ചേട്ടാ ഒരു ഡൗട്ട്. ഈ സിനിമയിലൊക്കെ കാണിക്കുന്ന പോലീസ് സ്റ്റേഷൻ ഉണ്ടല്ലോ, പല സിനിമയിലും കുറെ പോലീസ് സ്റ്റേഷൻ കണ്ടിട്ടുണ്ട്. അതൊക്കെ ശരിക്കും ഒറിജിനൽ പോലീസ് സ്റ്റേഷൻ ആണോ? ഈ അതെല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്. സിനിമയിൽ ഒറിജിനൽ ആണോ അല്ലെങ്കിൽ അത് പഴയ പോലീസ് സ്റ്റേഷൻ നമ്മൾ പുതിയതാക്കുന്നതാണോ എന്നൊക്കെ ഉണ്ട്. അതല്ല, അത് ഒരു കലാസംവിധായകന്റെ കഴിവ് തന്നെയാണ്. അത് എന്താ പറയാ, ചില ഏരിയകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷൻ മസ്റ്റായിട്ട് വേണം. എന്നാൽ നമുക്ക് ഒരു റൂമായിരിക്കും കിട്ടുന്നത്. അപ്പൊ ആ റൂമില് ഇന്റീരിയർ ചെയ്യണം. എങ്ങനെ അത് പോലീസ് സ്റ്റേഷൻ ആക്കാം, എങ്ങനെയാണ് അത് പോലീസ് സ്റ്റേഷൻ ആക്കുന്നത് എന്നുള്ളത്. ഇപ്പം എറണാകുളത്തൊക്കെ ആണെങ്കിൽ പോലീസ് സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് ചെറുപുഷ്പം സ്റ്റുഡിയോയാണ്. അപ്പൊ അവിടെ ചെറുപുഷ്പം സ്റ്റുഡിയോ ഒരുപാട് പോക്കുരാജിയിലെ പിന്നെ പൃഥ്വിരാജ് പുള്ളിയൊക്കെ അദ്ദേഹത്തെയൊക്കെ ഇടിക്കുന്നതൊക്കെ ആ ചെറുപുഷ്പം സ്റ്റുഡിയോയിൽ ഇട്ടിട്ടാണ്. അത് നമ്മള് സിദ്ദിഖ് സാറിന്റെ ആ സീക്വൻസ് ഒക്കെ കാണിക്കുന്ന ചെറുപുഷ്പം സ്റ്റുഡിയോ ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ അതിപ്പോ ചെറുപുഷ്പം സ്റ്റുഡിയോ എക്സ്റ്റീരിയർ ഒക്കെ എടുക്കാനും എല്ലാ സൗകര്യത്തിനൊക്കെ അതാണ് നല്ലത്. അതുകൊണ്ടാണ് അങ്ങനെ വളരെ പെട്ടെന്ന് അത് എടുക്കുന്നത്. ഇപ്പൊ അത്തരത്തിലുള്ള ഒരു വീട് കിട്ടിയാലും നമ്മൾ അങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റും. അത് നമ്മൾ ആ എക്സ്റ്റീരിയർ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് അതിനെ ആശ്രയിച്ചിരിക്കും. അപ്പൊ നമുക്ക് ഇന്നത്തെ എപ്പിസോഡില് നമുക്ക് എങ്ങനെയാണ് ഒരു പോലീസ് സ്റ്റേഷൻ സിനിമയിൽ സെറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാം. അത് കൊള്ളാം. എൻ്റെ ഗോഡൗൺ ആണ്. ഇവിടെയാണ് നമ്മൾ കൂടുതലും വർക്ക്ഷോപ്പുകൾ, അതായത് നമ്മൾ പ്രോപ്പർട്ടീസ് ഒക്കെ ഇവിടെയാണ് നമ്മൾ മേക്ക് ചെയ്യാറുള്ളത്. അപ്പോൾ ഈ ഗോഡൗണിലാണ് നമ്മൾ ഈ പോലീസ് സ്റ്റേഷൻ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ പോലീസ് സ്റ്റേഷൻ സെറ്റ് ചെയ്യുന്ന ആ ഭാഗം നമ്മൾ എപ്പിസോഡ് പോലീസ് സ്റ്റേഷനാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ പോലീസ് സ്റ്റേഷൻ നമ്മളിപ്പോൾ സാധാരണ കാണിക്കുന്ന എപ്പിസോഡ് പോലെ ഒരു കാരണവശാലും ഒരു എപ്പിസോഡ് കൊണ്ട് തീരില്ല. അപ്പോൾ പോലീസ് സ്റ്റേഷന് ഒരുപാട് സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ആ സെറ്റ് ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ നമ്മൾ അതിൻ്റേതായ രീതിയിൽ അവതരിപ്പിച്ചെങ്കിൽ മാത്രമേ സാധാരണ പ്രേക്ഷകർക്ക് അത് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു 3-4 എപ്പിസോഡുകളായിട്ടായിരിക്കും ഈ പോലീസ് സ്റ്റേഷൻ സെറ്റ് ചെയ്യുന്നത് നമ്മൾ കാണിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഉള്ള ഒരു ഏരിയ നമ്മൾ പോലീസ് സ്റ്റേഷനായിട്ട് സെറ്റ് ചെയ്യണം. അപ്പൊ ഇതിന്റെ ഒരു അവസ്ഥ നിങ്ങൾ കണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ കിടക്കുന്ന ഒരു ഏരിയയിൽ എങ്ങനെ നമ്മൾ പോലീസ് സ്റ്റേഷൻ ആക്കും? അപ്പോൾ ഇവിടെ ഈ കാണുന്ന ജനല്, അതേപോലെ തന്നെ ഇവിടെ ഒരു വാതിലുണ്ട്. അപ്പോ പിന്നെ കാണുന്നത് ഈ ഒരു ഏരിയ. അപ്പോ സ്വാഭാവികമായിട്ടും ഈ ജനല് എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ ഈ വാതിലുകൾ എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇപ്പോ നമ്മൾ ഇവിടെ ഒരുപാട് ബോർഡുകൾ വരും. ബോർഡുകൾ എന്നൊക്കെ പറയുമ്പോൾ പിന്നെ ഈ പട്ടികജാതി, പട്ടികവിഭാഗ അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ ബോർഡുകളുണ്ട്. നോട്ടീസ് ബോർഡുകളുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരുപാട് അറിയിപ്പുകൾ, അങ്ങനെയൊക്കെയുള്ള കുറേ ബോർഡുകൾ. ഇതൊക്കെ നമ്മുടെ അലമാരകള്, ടേബിളുകള്, SI റൂം, ഇങ്ങനെയൊക്കെയുള്ള കുറേ അവസ്ഥകളുണ്ട് നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ടതായിട്ടുള്ള ബോർഡുകൾ, അത് ഒരു ഡിസൈനറെ ഒരു കഴിവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ബോർഡുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഡിസൈനർ നമുക്ക് നെറ്റിൽ സെർച്ച് ചെയ്താൽ ഒന്നും കിട്ടില്ല. പോലീസ് സ്റ്റേഷനിലുള്ള ബോർഡുകളൊന്നും നമുക്ക് നെറ്റിൽ സെർച്ച് ചെയ്താൽ കിട്ടില്ല. നമുക്കത് പോലീസ് സ്റ്റേഷനിൽ തന്നെ പോയി എഴുതിയെടുക്കുക തന്നെ വേണം. അപ്പോൾ ഇതൊക്കെ എഴുതിയെടുത്ത് നമ്മൾ അങ്ങനെ നമ്മുടെ കൂടെ ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന ഒട്ടനവധി കലാകാരന്മാർ. അതിൽ ഒന്ന് ഡിസൈനർ, ഏറ്റവും നല്ല ഒരുപാട് മലയാള സിനിമകൾ ചെയ്തിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഡിസൈനർ ജോബിൻ മാത്യു. പുള്ളി എരുമേലിക്കാരനാണ്. എരുമേലിയാണ് അദ്ദേഹത്തിന്റെ സ്വദേശം. അദ്ദേഹമാണ് നമ്മളുടെ ഈ പോലീസ് സ്റ്റേഷന് വേണ്ടതായിട്ടുള്ള ഡിസൈൻസുകൾ ചെയ്യുന്നത് അദ്ദേഹമാണ്. അതുപോലെ തന്നെ പിന്നെ ഒരാളെ കൊണ്ട് മാത്രം ഈ പോലീസ് സ്റ്റേഷൻ ഇത്രയും സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സഞ്ജയ്, അദ്ദേഹം പത്തനംതിട്ട സ്വദേശിയാണ്. പിന്നെ ജിനു, അങ്ങനെ ഒട്ടനവധി കലാകാരന്മാരുണ്ടാകും. അപ്പൊ ഇവരെല്ലാരും കൂടെ ചേർന്നിട്ടാണ് നമ്മളെല്ലാം ഒന്നിച്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു എപ്പിസോഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്.
അപ്പോൾ ആദ്യം ഈ ബോർഡുകൾ എപ്പിസോഡിന് വേണ്ടുന്നതായിട്ടുള്ള ഫസ്റ്റ് പോലീസ് സ്റ്റേഷന് വേണ്ടുന്നതായിട്ടുള്ള ബോർഡുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഡിസൈനോടൊപ്പം തന്നെ നമുക്ക് പ്രാധാന്യമുള്ളതാണ് ഇതിലേക്ക് വേണ്ടുന്നതായിട്ടുള്ള ഫർണിച്ചർ. അപ്പോൾ ഈ ഫർണിച്ചറുകൾ ഒരു ദിവസത്തെ ഷൂട്ടൊക്കെ ആണെങ്കിൽ സാധാരണ നമ്മൾ റെന്റിനൊക്കെ എടുക്കും. അതായത് ഇപ്പൊ എറണാകുളത്താണെങ്കിൽ റെന്റ് പ്രോപ്സുകൾ കിട്ടുന്നത് പിന്നെ എന്താ പറയുക, ഫേമസ് ആയിട്ടുള്ള മലയാള സിനിമയുടെ അതികായകൻ എന്ന് തന്നെ പറയാം, കലാസംവിധാന കലയുടെ സാലു കെ ജോർജ്, അദ്ദേഹത്തിന്റെ ഓഫീസിൽ, അതേപോലെ തന്നെ സഹസ് ബാല, ഇവിടെയൊക്കെ നമുക്ക് പ്രോപ്പർട്ടികൾ റെന്റിന് കിട്ടാറുണ്ട്. ഈ പോലീസ് സ്റ്റേഷന് വേണ്ടുന്നതായിട്ടുള്ള പ്രോപ്സുകൾ. തിരുവനന്തപുരത്താണെങ്കിൽ ഒരുപാട് പ്രോപ്പർട്ടീസിന്റെ കടകളുണ്ട്. അതിപ്പോ സിനി പ്രോപ്സ് സുരേഷ് ചേട്ടൻ, പിന്നെ അതേപോലെ തന്നെ ശ്രീകുമാർ ഏട്ടൻ, അങ്ങനെ ശ്രീകുട്ടൻ ചേട്ടൻ, അങ്ങനെ കുറെ പേരുടെ പ്രോപ്പർട്ടീസ് റെന്റിന് കൊടുക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ ഒരു ദിവസത്തെ ഷൂട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് വാടകയ്ക്ക് എടുക്കാൻ പറ്റും. നേരെ മറിച്ചിട്ട് ഒന്നിൽ കൂടുതൽ ദിവസം ഷൂട്ട് ഉണ്ടെങ്കിൽ എന്തിനാണ് ഫർണിച്ചറുകൾ വാടകയ്ക്ക് എടുക്കുന്നത്? വാടകയ്ക്ക് എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ അത് നമ്മൾ ഇവിടെ തന്നെ ഇപ്പൊ എറണാകുളം ബേസ് ചെയ്തിട്ട് ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ സെക്കൻഡ്സ് സെയിലുകൾ കിട്ടുന്ന നടക്കുന്ന കടകളുണ്ട്. അതിപ്പോൾ കാഞ്ഞിരമറ്റം അവിടെ ഒരു സ്ഥലമുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ലുലു മാളിൻ്റെ അവിടെ നിന്ന് പൂക്കാട്ടുപടിയിലേക്ക് വരുന്ന വഴിക്ക് ഒരു ഷോപ്പുണ്ട്. അതേപോലെ തന്നെ അവിടെ നിന്ന് നമ്മൾ വരാപ്പുഴയ്ക്ക് പോകുന്ന സ്ഥലത്തൊരു ഷോപ്പുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ പോയിട്ട് പഴയ മേശകൾ, അതേപോലെ തന്നെ അതിനു വേണ്ടുന്നുള്ള കസേരകൾ, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നമ്മൾ ഈ എപ്പിസോഡിന് വേണ്ടി നമ്മൾ പർച്ചേസ് ചെയ്യും. അപ്പോൾ അത് പർച്ചേസ് ചെയ്തിട്ട് ഇവിടെ നമ്മൾ സെറ്റ് ചെയ്യുന്നു. അപ്പോൾ ഏകദേശം ഒരു 2000 രൂപ 3000 രൂപയൊക്കെ വില വരുന്ന ഒരു ടേബിള് നമ്മൾ 3 ദിവസം 4 ദിവസം ഷൂട്ട് ഉണ്ടെങ്കിൽ അതെടുത്താൽ നമുക്ക് ഗുണകരമാണ്. നേരെ മറിച്ചിട്ട് ഒരു ദിവസമാണെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. കാരണം ഒരു ദിവസത്തെ റെന്റ് തന്നെ 1500-2000 രൂപയ്ക്കാണ് ഒരു ടേബിൾ കിട്ടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് 3 ദിവസം ഉണ്ടെങ്കിൽ 3000 രൂപയ്ക്കൊക്കെ ഒരു ടേബിൾ കിട്ടും. അപ്പോൾ നമ്മൾ ഈ ടേബിള് നമ്മൾ പർച്ചേസ് ചെയ്യുക. അപ്പോൾ ഇതാണ് സഞ്ജയ്. ഞാൻ പറഞ്ഞിട്ടില്ലേ, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എൻ്റെ കലാകാരൻ, അതായത് നമ്മളുടെ നല്ലൊരു ആർട്ടിസ്റ്റാണ്. എന്താ പറയുക, അദ്ദേഹം നല്ലൊരു വെൽഡറാണ്, അതിലുപരി നല്ലൊരു കലാകാരനാണ് ഇദ്ദേഹം. അപ്പം ഇദ്ദേഹം, ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് ഇനി നമുക്ക് വേണ്ടതായിട്ടുള്ള പ്രോപ്പർട്ടി കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടീസ്. നമ്മൾ ഒന്നിൽ കൂടുതൽ ദിവസം ഷൂട്ട് വരികയാണെങ്കിൽ, ഒന്നിൽ കൂടുതൽ ദിവസം നമുക്ക് ഷൂട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇങ്ങനെയുള്ള കടകളിൽ നിന്നാണ് നമ്മൾ പ്രോപ്പർട്ടീസ് നമ്മൾ കളക്ട് ചെയ്യാറുള്ളത്. അപ്പോൾ ഇത് നമ്മൾ പൂക്കാട്ടുപടിക്ക് വരുന്ന റൂട്ടാണ്. അതായത് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ എടപ്പള്ളി ലുലു മാളിൻ്റെ അവിടുന്ന് നമ്മൾ പൂക്കാട്ടുപടി റോഡ് വരുന്ന സമയത്തേക്ക് ഉള്ള ഒരു ഷോപ്പാണിത്. അപ്പോൾ ഇത് റൈറ്റ് സൈഡിലായിട്ടാണ്, അവിടെ നിന്ന് വരുമ്പോൾ റൈറ്റ് സൈഡിലായിട്ടാണ് ഈ ഷോപ്പ് ഉള്ളത്. ഇവിടെ നിന്നാണ് നമ്മൾ കൂടുതലും പ്രോപ്പർട്ടീസ് ഒക്കെ കളക്ട് ചെയ്യാറുള്ളത്. ഇവിടെ അലമാരകൾ, അതുപോലെ തന്നെ ഈ ടേബിളുകൾ, പിന്നെ പോലീസ് സ്റ്റേഷനായിട്ട് വേണ്ടതായിട്ടുള്ള കുറേ പ്രോപ്സുകൾ നമുക്ക് ഇവിടുന്ന് കിട്ടാം. അപ്പോൾ ഇത് ഈ പറഞ്ഞതിലോട്ട് നമുക്ക് 2500 മുതൽ മുകളിലോട്ട് നമുക്ക് ടേബിളുകളൊക്കെ നമുക്കുണ്ട്. പിന്നെ റാക്കുകൾ, ഇങ്ങനെയൊക്കെയുണ്ട്. നമുക്കപ്പോൾ അതിൻ്റെ ഒരു ഇത് നോക്കാം. അപ്പോൾ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ റാക്ക് ഉപയോഗിക്കുന്ന സാധനം. നമ്മൾ പോലീസ് സ്റ്റേഷന് വേണ്ടതായിട്ടുള്ള റാക്ക്, അതായത് അതൊക്കെ ഇങ്ങനെയുള്ള സംഭവങ്ങളാണ്. ഇതൊക്കെ നമ്മൾ വളരെ റേറ്റ് കുറവായിട്ടുള്ള ഇങ്ങനെയുള്ള സെക്കൻഡ് സെയിൽ നടക്കുന്ന സ്ഥലങ്ങളാണ് കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് റാക്കിന് വേണ്ടുന്നതായിട്ടുള്ള ഇതിൻ്റെ ഷെൽഫുകളാണ്. ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ടാണ് ഇത് നമ്മൾ ഇത് തൂക്കത്തിലല്ലേ ചേട്ടാ കിട്ടുന്നത്? ഇത് തൂക്കത്തിലാണ്, ഇത് നമുക്ക് തൂക്കിയാണ് ഇത് കിട്ടുന്നത്. അപ്പോൾ ഇത് കിലോയ്ക്ക് എന്തോ വരും ചേട്ടാ? കിലോ 65 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. ഇതൊക്കെ നമുക്ക് ഒരു ഷെൽഫൊക്കെ വരുമ്പോഴത്തേക്ക് വലിയ റേറ്റ് ഒന്നും വരുന്നില്ല, വലിയ ഒരു എക്സ്പെൻസ് ഒന്നും വരുന്നില്ല. ഒന്നിൽ കൂടുതൽ ദിവസം നമുക്ക് ഷൂട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ നമ്മൾ സാധനം എടുക്കുന്നതാണ് കുറച്ചുകൂടെ. ഈ മേളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിന് വേണ്ടതായിട്ടുള്ള ടേബിളുകളാണ്, ഇങ്ങനെയുള്ള ടേബിളുകൾ. ഇതൊക്കെ ഒരു 2500, 3000, 4000 ഈ റേഞ്ചിലൊക്കെയാണ്. നമ്മളൊരു 6-7 ദിവസമൊക്കെ ഷൂട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് പർച്ചേസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. നമ്മളൊരിക്കലും ഒരു റെൻറ്റിന് എടുക്കുന്നതിനേക്കാൾ ഉപരി ഇത് പർച്ചേസ് ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും ബെറ്റർ. അപ്പം ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇതിന് വേണ്ടതായിട്ടുള്ള അലമാരകൾ എന്നൊക്കെ പറയുന്നത്, അതേപോലെ ടേബിളുകൾ. ഈ ടേബിൾ കൂടാതെ ഇങ്ങനെയുള്ള ഐറ്റംസ്, ഇതേപോലുള്ള ടേബിളുകൾ കൂടുതൽ പോലീസ് സ്റ്റേഷൻ ഐറ്റംസ് ആണ്.
ഇങ്ങനെയുള്ള സർക്കാർ സ്ഥാപനങ്ങളൊക്കെ കാണുന്ന ഇങ്ങനെയുള്ള ടേബിളുകളുണ്ട്. ഇങ്ങനെയുള്ള കടകളാണ് നമ്മൾ കൂടുതലും ആശ്രയിക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള വർക്കുകൾ വരുമ്പോൾ ഒന്നിൽ കൂടുതൽ ദിവസം ഷൂട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കടകളാണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യാറുള്ളത്. ഈ ചെയറുകളൊക്കെ എന്ന് പറയുന്നത് നമ്മൾ സർക്കാർ സ്ഥാപനങ്ങളിലുള്ള ചെയറുകളാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചെയറുകൾ വെച്ചിട്ടായിരിക്കും കൂടുതലും നമ്മൾ സർക്കാർ ഓഫീസുകൾ സെറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇതൊക്കെ കൂടുതൽ ഇങ്ങനെ സെക്കൻഡ് സെയിലുകൾ കൊടുക്കുന്ന കടകളാണ് ഏറ്റവും ഗംഭീരമായിട്ട് നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നത്. പറഞ്ഞ ഡിസൈനർ ജോബിനെയാണ് നമ്മളിപ്പോൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ജോബിനെ ഒന്ന് പരിചയപ്പെടാം. ഇതാണ് ജോബിൻ. ഇദ്ദേഹം മലയാള സിനിമയിൽ ഒട്ടനവധി ഡയറക്ടേഴ്സിനോട് വർക്ക് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് എടുത്തു പറയാൻ നമ്മുടെ ഇവിടം സ്വർഗമാണൊക്കെ ചെയ്തിട്ടുള്ള നമ്മുടെ സിറിൽ കുരുള അദ്ദേഹത്തിനോടൊപ്പം ഒക്കെ ഡിസൈനറായിട്ട് വർക്ക് ചെയ്തതാണ്. അപ്പം ഇദ്ദേഹത്തെയാണ് നമ്മൾ ഇന്നത്തെ പോലീസ് സ്റ്റേഷന്റെ ഡിസൈൻ എന്തൊക്കെയാണ്, ആ പോലീസ് സ്റ്റേഷനകത്ത് എന്തൊക്കെയാണ് വേണ്ടുന്നത് എന്നുള്ളതൊക്കെ ഇദ്ദേഹത്തിന്റെ ഒരു കലാപരമായിട്ടുള്ള ഒരു വൈഭവം നമുക്കൊന്ന് കാണാം. ഓക്കെ, അപ്പോൾ പോലീസ് സ്റ്റേഷന്റെ എപ്പിസോഡുകൾ തീരുന്നില്ല. അത് അടുത്ത ആഴ്ച ഏകദേശം എൻ്റെ കാൽക്കുലേഷൻ വെച്ചിട്ട് 4 എപ്പിസോഡെങ്കിലും ആകും ഇതൊന്ന് ഒരു പോലീസ് സ്റ്റേഷൻ ആക്കിയെടുക്കാൻ ആ ഒരു സ്ഥലം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യണം. അതോടൊപ്പം തന്നെ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാ ആഴ്ചകളിലും ഞങ്ങൾ നടത്തുന്ന വർക്ക്ഷോപ്പുകൾ നിങ്ങളുടെ മൊബൈലിൽ എത്തുവാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഇതിൻ്റെ ബെല്ലൈക്കൺ നിങ്ങൾ പ്രസ് ചെയ്യണം. അപ്പോൾ പോലീസ് സ്റ്റേഷൻ്റെ പുതിയ കാഴ്ചകളുമായി നമ്മൾ വീണ്ടും അടുത്ത ആഴ്ച